പ്രിയമുള്ളവരെ, അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് എൻ്റേത്. അപ്പോൾ ഞാൻ അത്ഭുതങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് പറയട്ടെ. രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കുന്ന പാത്രം ടാപ്പിന് മൂട്ടിൽ പോയി നിന്നു. ഇന്ന് രാവിലെ കണ്ടതാണ്. ടാപ്പ് വെള്ളം ഒഴിച്ചു. സോപ്പ് എഴുന്നേറ്റ് വന്ന് സ്ക്രബ് ഇട്ട് ഒഴിച്ച് പാത്രം കഴുകിയെടുത്തു. ഗ്ലാസ് ഉരുണ്ട് വീണങ്ങ് എഴുന്നേറ്റ് വെള്ളമാണെന്ന് പാത്രത്തിൽ ഒഴിച്ചു. ഇത് കണ്ട് ഗ്യാസ് സ്റ്റൗ സ്വയം കത്തി ജ്വലിച്ചു. പാത്രം ചാടി കയറി അവൻ്റെ നെഞ്ചത്ത് കയറിയിരുന്നു. വെള്ളം കിടന്ന് ചൂടായി. കാപ്പിപ്പൊട്ടി കണ്ണും തിരുമ്മി എഴുന്നേറ്റു. കുപ്പിയുടെ അടപ്പ് തള്ളി തുറന്ന് പാത്രത്തിലെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. മുങ്ങിക്കുളിച്ച് നിവർന്നപ്പോൾ വെളുത്ത വെള്ളം കറുത്ത വെള്ളമായി. കാപ്പിപ്പാത്രം കൈനീട്ടി ഒരു അടപ്പെടുത്ത് സ്വയം അങ്ങ് മൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്ലാസ് ചാടി എഴുന്നേക്കുന്നത് കണ്ടു. പാത്രത്തിനടുത്തേക്ക് നടന്നു ചെന്നു. പാത്രം അതിൻ്റെ മൂടി പൊക്കി ഗ്ലാസ്സിലേക്ക് കുറച്ച് കാപ്പി ഒഴിച്ചു കൊടുത്തു. ഗ്ലാസ് പിന്നെ പതുക്കെ നടന്നു വന്നിട്ട് ടേബിൾ കയറി ഇരിപ്പായി. കണ്ണും തിരുമ്മിയ കസേരയിൽ ഞാനപ്പം വന്നിരിപ്പുണ്ട്. ഇവർ ഈ കാണിക്കുന്ന എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണും തിരുമ്മി കസേരയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടിട്ടാവാം ഗ്ലാസ് പതുക്കെ പൊങ്ങി വന്നിട്ട് എൻ്റെ വായിലേക്ക് കുറേശ്ശെ ആയിട്ട് കാപ്പി ഒഴിച്ചു തന്നു. ഇത് കണ്ട് പുട്ടുകുറ്റി നിൽക്കുക. അപ്പോൾ പുട്ടുകുറ്റി പതുക്കെ തപ്പിത്തട്ടഞ്ഞ് എഴുന്നേറ്റു. അരിയും മീനും പച്ചക്കറിയും എല്ലാം എന്നെ ഇങ്ങനെ നോക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ കസേരയിൽ ഇരുന്നാൽ മാത്രം മതി, എനിക്കൊന്നും അറിയണ്ട. ഇനിയും ഉണ്ട് അത്ഭുതങ്ങൾ. ഒന്ന് നോക്കിയാൽ മാത്രം മതി. ചുറ്റുമുള്ളതെല്ലാം എൻ്റെ വെളിപ്പുറത്തുണ്ട്. സത്യമാണിത്. ഈ ഒരു മഹാ അത്ഭുതത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെപ്പോലെ പല സ്ത്രീകളും ഇതുപോലെ മഹാ അത്ഭുതത്തിൽ ജീവിക്കുന്നവരുണ്ട്, എനിക്കറിയാം. എല്ലാവർക്കും, കുറച്ച് പേർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.